പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നീക്കം ബുധനാഴ്ച പുലർച്ചെ 1:44 നടത്തിയത്. പഹൽഗാമിന് തക്ക മറുപടി നൽകുമെന്ന് ഇന്ത്യ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കണക്കുകൾ തീർക്കപ്പെടാതെ പോവില്ലെന്ന ശക്തമായ നിലപാട് കൂടിയാണ് സൈനിക നടപടിയിലൂടെ വ്യക്തമാവുന്നത്. ഇതാദ്യമായല്ല ഇന്ത്യ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സൈനിക നടപടി നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ കരുത്തറിയിച്ച മൂന്നാമത്തെ തിരിച്ചടിയാണിത്. 2016 നടന്ന ഉറി സർജിക്കൽ സ്ട്രൈക്കിൻ്റെയും 2019 നടന്ന ബാലാകോട്ട് വ്യോമാക്രമണത്തിൻ്റെയും ചൂട് സിരകളിൽ നിന്നിറങ്ങുന്നതിന് മുൻപാണ് പഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയിരിക്കുന്നത്. 2016 സെപ്റ്റംബർ 29 ഉറി ആക്രമണത്തിന് സൈന്യം തിരിച്ചടി നൽകിയത്. സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിരുന്നു ഇത്. സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇതിനെ സൈന്യം വിശേഷിപ്പിച്ചത്. നിയന്ത്രണ രേഖ മറികടന്ന് പാക് അധീന കാശ്മീരിൽ കടന്നായിരുന്നു ഇന്ത്യ തിരിച്ചടി നൽകിയത്. സെപ്റ്റംബർ 18 പുലർച്ചെ വടക്കൻ കാശ്മീരിലെ ഉറി സൈനിക ക്യാമ്പിൽ നുഴഞ്ഞുകയറിയ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 19 ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. 20 പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാനും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ആക്രമണം നടത്തിയ 4 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. ഉറി നഗരത്തിൽ സൈന്യത്തിന്റെ 12ാം ബ്രിഗേഡ് ആസ്ഥാനത്തിന് മീറ്ററുകൾ അകലെയുള്ള ഭരണകാര്യ ക്യാമ്പിന് നേരെയായിരുന്നു ആക്രമണം. ക്യാമ്പിൽ വിശ്രമിക്കുകയായിരുന്ന ജവാന്മാരുടെ കൂടാരങ്ങൾക്ക് നേരെ ഭീകരർ ഗ്രനേഡുകൾ എറിയുകയായിരുന്നു. ആക്രമണം നടന്ന് കൃത്യം 10 ദിവസത്തിനു ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു. പാക് അധീന കാശ്മീരിലെ ഭീകര താവളങ്ങളിൽ നിയന്ത്രണ രേഖ മറികടന്നാണ് സൈന്യം മിന്നലാക്രമണം നടത്തിയത്. സെപ്റ്റംബർ 29 അർദ്ധരാത്രിയോടെ നടത്തിയ ആക്രമണത്തിൽ 38 ഭീകരരെയും 2 ജവാന്മാരെയുമാണ് സൈന്യം വധിച്ചത്. പരിശീലനം നൽകിയതിനു ശേഷം ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തിവിടാനായി സ്ഥാപിച്ച ഭീകരരുടെ ക്യാമ്പുകൾ സൈന്യം തകർക്കുകയായിരുന്നു. കരസേനയുടെ വടക്കൻ കമാൻഡിൻ്റെ നേതൃത്വത്തിൽ രാത്രി 12:30 അപ്രതീക്ഷിത ആക്രമണം തുടങ്ങിയത്. ഭീംബേർ, ഹോട്ട് സ്പ്രിംഗ്, കേൽ, ലിപ്പ തുടങ്ങിയ 7 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. പുലർച്ചെ 4:30 സൈനിക നടപടികൾ അവസാനിപ്പിച്ച് സൈന്യം മടങ്ങുകയും ചെയ്തു. നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്ന ആദ്യ സംഭവമായിരുന്നു ഇത്. ഉറിയുടെ മുറിവ് ഉണങ്ങുന്നതിന് മുൻപേ ആയിരുന്നു പുൽവാമയിലെ ആക്രമണം. 2019 ഫെബ്രുവരി 14 കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവന്തിപുരയ്ക്കടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അവന്തിപുരയ്ക്കടുത്തുള്ള ലത്തപ്പോരയിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു മഹീന്ദ്ര സ്കോർപിയോ വാഹനം സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. 40 CRPF ജവാന്മാർ തൽക്ഷണം കൊല്ലപ്പെട്ടു. അവധി കഴിഞ്ഞ് ഉദ്യോഗത്തിൽ തിരികെ പ്രവേശിക്കാനെത്തിയവരായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഏറെ. പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മനുഷ്യ ബോംബായിരുന്ന ആദിൽ അഹമ്മദ് ദർ എന്ന തീവ്രവാദിയുടെ വീഡിയോയും അവർ പുറത്തുവിട്ടിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായിരുന്നു ബാലാകോട്ട് വ്യോമാക്രമണം. പുൽവാമയ്ക്ക് 12 ദിവസങ്ങൾക്കിപ്പുറം ഫെബ്രുവരി 26 ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത്. പുലർച്ചെ 3:45 മുതൽ 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു ആക്രമണം. പുൽവാമ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമായിരുന്നു ബാലാകോട്ടിലേത്. ഇന്ത്യൻ വ്യോമസേനയുടെ 12 മിറാഷ് 2000 പോർവിമാനങ്ങൾ കാശ്മീരിലെ നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തി. അന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 12 മിറാഷ് 2000 വിഭാഗത്തിൽപ്പെട്ട പോർവിമാനങ്ങളിൽ നിന്നായി ഏകദേശം 1000 കിലോ ബോംബുകൾ പാക് അധീനതയിലുള്ള നിയന്ത്രണ രേഖയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് മേൽ പെയ്തു. ഏകദേശം 21 മിനിറ്റ് സമയം നീണ്ടുനിന്ന ആക്രമണത്തിൽ 350 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ബാലാകോട്ട് വ്യോമാക്രമണം നടന്ന് കൃത്യം 6 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് പഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ പ്രത്യാക്രമണം.